അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിതാ കുമ്പിടുന്നേൻ. പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരികെൻ്റെ ദേവി. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖുചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹരിനാമകീർത്തനം 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ശ്ലോകം 11. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മവതി. എമ്പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവമ്പോരു ഹാക്ഷ ഹരിനാരായണായ നമ. എന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ പാപങ്ങളെ അറിവാൻ ചിത്രഗുപ്തനാൽ എഴുതപ്പെട്ട കണക്ക് യമധർമ്മരാജാവ് വായിച്ചു കേട്ട് ആ പാപങ്ങളുടെ പരിഹാരത്തിനായി അതാത് പ്രകാരമുള്ള ശിക്ഷ കൽപ്പിക്കുന്നതിന് മുൻപേ, അല്ലയോ ചെന്താമരക്കണ്ണ, നിന്റെ തിരുനാമകീർത്തനം ചെയ്യുവാൻ ഇടവരുത്തണേ നാരായണ. അതിനായി ഞാൻ നമസ്കരിക്കുന്നു. എന്നാൽ എത്രയോ പാപം ചെയ്തിരിക്കെ ഉച്ചരിച്ച ഭഗവത് നാമം അത്രയും കളയിക്കുമോ എന്ന് വിചാരിക്കേണ്ട. ഒരു ഭഗവത് നാമം എത്ര പാപങ്ങളെ കളയുമോ അത്രയും പാപം ചെയ്യുവാൻ ഒരു പുരുഷായുസ് വരെയും കഴിയുന്നതല്ലെന്ന് വിഷ്ണു രഹസ്യ ഗ്രന്ഥത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. ശ്ലോകം 12. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ. നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും മറ്റും പ്രകാശങ്ങളൊക്കെയും ആദിത്യൻ ഉദിച്ചു പൊങ്ങി വരുമ്പോൾ തീരെ ഇല്ലാതായി തീരും. എത്രയും വേഗമോടെ പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളും ഗരുഡനെ കാണുമ്പോൾ കാൽകൾ വീണു തൊഴും. അതിനാൽ ഭഗവത് നാമത്തെ ഉച്ചരിക്കുന്ന സമയം എന്തു തന്നെയായാലും ഉടനെ നശിക്കും. അതിനാൽ സകല പാപക്ഷയകരമായ നാമോച്ചാരണം ചെയ്യുവാൻ സംഗതിയാക്കണേ നാരായണ. അതിനായി ഞാൻ നമസ്കരിക്കുന്നു. ശ്ലോകം 13. മൽപ്രാണനും പരനുമൊന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലതു കണ്ടാൽ ഉണർന്നവനോ ഒപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ. ഞാനും പരബ്രഹ്മവും ഒന്നു തന്നെ, വേറെയില്ല എന്നുറയ്ക്കുന്ന മനുഷ്യന് രണ്ടെന്ന് ഭാവിക്കുന്നതായ മനുഷ്യൻ്റെ പ്രാണനും ദേഹവും അനിത്യമാണെന്നും അത് നശിക്കുന്നതാണെന്നും ഗ്രഹിക്കാം. പുത്രമിത്ര കളത്രാദികളും ധനധാന്യാദികളും സ്വപ്നാവസ്ഥയിൽ കാണുന്നതൊക്കെയും ഉണരുന്ന സമയം എങ്ങനെ ഇല്ലാതാകുന്നു, അതിൻവണ്ണം നശിച്ചു പോകുന്നതാണ്. അതിനാൽ ഇക്കാണായ ലോകങ്ങളും പുത്രമിത്ര കളത്ര ധാന്യാദികളും ഗൃഹങ്ങൾ പശുക്കൾ മുതലായവകളും നശ്വരമെന്നും ബ്രഹ്മം മാത്രം സത്യമെന്നും അത് താനാകുന്നു എന്നും ഉറപ്പാൻ സംഗതി വരുത്തണേ നാരായണ. അതിനായി ഞാൻ നമസ്കരിക്കുന്നു. ശ്ലോകം 14. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. 51 അക്ഷരവും ഓരോന്നിതെൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമ. യാതൊന്നും ഗുരുകാരുണ്യം കൊണ്ടല്ലാതെ തോന്നുന്നതല്ലായകയാൽ എഴുത്തച്ഛൻ ആദ്യം ഗുരുവന്ദനം ചെയ്യുന്നു. ശ്രീ നീലകണ്ഠ ഗുരു എന്നത് സച്ചിദാനന്ദ സദാശിവ ഗുരു എന്നാണ്. എഴുത്തച്ഛൻ്റെ അച്ഛനായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണെന്നും അർത്ഥമാകും. അങ്ങനെയുള്ള നീലകണ്ഠ ഗുരു എൻ്റെ മനസ്സിൽ ഉദിച്ച് കൃപ ചെയ്യണം.
അങ്ങനെയുള്ള നീലകണ്ഠ ഗുരുവിനെ തന്നെ ചെന്താമരക്കണ്ണനായ സാക്ഷാൽ മഹാവിഷ്ണുവെന്നും ഞാൻ വാഴ്ത്തുന്നു. അങ്ങനെയുള്ള സച്ചിദാനന്ദ ഗുരു കൃപ വേണ്ടത് എന്തിനെന്നാൽ 51 അക്ഷരമുള്ളതിൽ ഓരോ അക്ഷരം കൊണ്ട് ഓരോരോ ശീലിൻ്റെ ആദ്യമായി ചേർത്ത് ഹരിനാമകീർത്തനം എന്ന കീർത്തനത്തെ ചെയ്യുന്നതിനു വേണ്ടി ആകുന്നു. അതിനാൽ അങ്ങനെയുള്ള കീർത്തനത്തെ ഉണ്ടാക്കുന്നതിന് സച്ചിദാനന്ദ പരമഗുരുവായ നാരായണ, നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ശ്ലോകം 15. ആദ്യക്ഷരത്തിൽ ഉളവായി ഒന്നിതൊക്കെയും ഈ ആദ്യക്ഷരത്തിൽ അതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാൽ ഇവയിൽ ഓരോന്നെടുത്തു കീർത്തിപ്പതിന്നരുൾ ചെയ്യുക. നാരായണായ നമ. ആദ്യക്ഷരം എന്നത് അകാരമാകുന്നു. ആ അക്ഷരത്തിൽ നിന്നാണ് സകല അക്ഷരങ്ങളും ഉണ്ടായത്. അതെങ്ങനെയെന്നാൽ ആ എന്ന അക്ഷരം കൂടാതെ ഒരക്ഷരവും ഉച്ചരിപ്പാൻ പാടില്ല എന്നു തന്നെയല്ല ക മുതലായ അക്ഷരങ്ങളുടെ സ്വഭാവങ്ങൾ ഘ ഘ ഗ. ഇതോടുകൂടി അകാരം ചേർത്താൽ ക ഖ ഘ എന്നാകുന്നു എന്നു തന്നെയല്ല യാതൊരക്ഷരം ഉച്ചരിക്കണമെങ്കിൽ വായ് പിളർന്നല്ലാതെ പാടില്ല. വായ് പിളർന്നാൽ ആ എന്നാണ് ഉച്ചാരണം വരുന്നത്. ആദ്യക്ഷരം എന്നത് ബ്രഹ്മസ്വരൂപമായ ഓങ്കാരമാകുന്നു. ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായതുപോലെ ഓങ്കാരത്തിൽ നിന്ന് സകല അക്ഷരങ്ങളും ഉണ്ടാകുന്നു. സകല അക്ഷരങ്ങളും ആദ്യക്ഷരത്തിൽ തന്നെ ഒതുങ്ങുന്നു എന്നത് ആദ്യക്ഷരമായ അകാരത്തിലും ഓംകാരത്തിലും അടങ്ങുന്നു. പ്രപഞ്ചം എങ്ങനെ ബ്രഹ്മത്തിൽ തന്നെ അടങ്ങുന്നുവോ അതുപോലെ സകല അക്ഷരങ്ങളും ഓങ്കാരത്തിൽ അടങ്ങുന്നു എന്ന് കരുതി ആദ്യക്ഷരമായ ഓങ്കാരത്തിൽ നിന്നും ഓങ്കാരമായ പൊരുൾ എന്ന ശീൽ തുടങ്ങുന്നു. അങ്ങനെയുള്ള ആദ്യ അക്ഷരങ്ങളെ മുമ്പിൽ ചേർത്ത് ഓരോ ശീലുകൾ ഉണ്ടാക്കുന്നതിന് അക്ഷരസ്വരൂപിയായ നാരായണ, നിൻ്റെ കൃപ പരിപൂർണമായി ഉണ്ടാകുവാനായി നിന്നെ നമസ്കരിക്കുന്നു. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.